മോർണിംഗ് ആക്ടിവിറ്റിയുടെ സമയത്ത് അനുമോള് രേണുവിനെ അങ്ങനെയൊക്കെ പറഞ്ഞതിന്റെ പേരിൽ രേണു അവിടെ പൊട്ടിക്കരച്ചിലും പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ബെഡിൽ ഇരിക്കുകയായിരുന്നല്ലോ. അപ്പൊ ആ സമയത്ത് അവിടെ ഇരുന്ന് രേണുവിനെ നല്ല രീതിയിൽ എരിവ് കയറ്റി വിടുന്ന ഒരു അക്ബറിനെ ഞാൻ ലൈവില് കണ്ടു. പറയുന്നത് ഇതാണ്, അന്ന് ചേച്ചീനെ ഞാൻ അങ്ങനെ വിളിച്ചപ്പോ ചേച്ചിക്ക് ഹേർട്ടായി എന്നുള്ളത് അവൾക്ക് അറിയാവുന്നതാണ്. എന്നിട്ടും അവൾ ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റിയുടെ സമയത്ത് അങ്ങനെ പറഞ്ഞു. ഇത് വളരെ മോശമാണ് രേണു ചേച്ചി. അന്ന് ഞാൻ ചേച്ചിനെ അത് വിളിച്ചപ്പോ ചേച്ചി ചിരിക്കുവാണ് ചെയ്തത്. ഇതേപോലെ ഹേർട്ടായിട്ട് ചേച്ചി ഒരു മൂലയ്ക്ക് മാറി ഇരുന്നിട്ടില്ല. എന്നിട്ടും കുറെ തവണ ഞാൻ ചേച്ചിയോട് സോറി പറഞ്ഞു, സപ്പോർട്ട് ചെയ്തു. ഞാൻ അവളെ പോലെ അല്ല, ഞാൻ വിളിച്ചതും അവള് പറഞ്ഞതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഈ രീതിക്കുള്ള ഒരു ആളിക്കത്തിക്കലാണ് അക്ബർ ഇപ്പൊ കുറച്ചു മുമ്പ് ലൈവിൽ നടത്തിക്കൊണ്ടിരുന്നത്. എരിയുന്ന തീയിൽ പെട്രോൾ ഒഴിക്കാൻ ആര്യനും റെനയും ജിസയിലും ഒക്കെ ഇരിപ്പുണ്ട് അപ്പുറത്തായിട്ട്. പറയുന്നത് ഇതാണ്, പേഴ്സണൽ വെന്ററ്റയാണെന്നാണ് പറയുന്നത്. അനുമോൾക്ക് എന്തോ പേഴ്സണൽ വൈരാഗ്യം ഉണ്ടെന്ന് രേണുവിനോട്. ഒരു കണക്കിന് അക്ബർ ഈ പറഞ്ഞത് നല്ല കാര്യമാണ്. വീണ്ടും വിക്ടിം കാർഡ്, വുമൺ കാർഡ് കളിയിലേക്കാണ് രേണുസുതിയെ തള്ളി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ലൈവില് അക്ബർ പറയുന്നത് കേട്ടു, രേണു ചേച്ചിയുടെ ഫാൻസ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ വോട്ട് ചെയ്യാതിരിക്കണമെന്ന് തമാശയ്ക്ക് പറഞ്ഞതാണ്. പക്ഷെ അത് തന്നെയാണ് അക്ബറിന്റെ ഉദ്ദേശം. എങ്ങനെയും ഈ വിക്ടിം കാർഡ് കളി കളിപ്പിച്ച് പുറത്തേക്ക് വിടുക, രേണുസുതിയെ പുറത്തേക്ക് തള്ളി വിടുക. ഇവരിങ്ങനെ വട്ടം കൂടി ഇരുന്ന് രേണുസുതി അത് ഇതും പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനുമോൾക്കെതിരായിട്ട്. അപ്പോൾ രേണുസുതി ആ വഴി പോകുന്നത് എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, എന്റെ തലേന്ന് പെയിൻ ഇറങ്ങി വരുന്നത് കണ്ടായിരുന്നോ അപ്പാനി, നീ എന്റെ തലേന്ന് പെയിൻ ഇറങ്ങി വരുന്നത് കണ്ടായിരുന്നോ, അവള് കണ്ടെന്നാണ് പറഞ്ഞത്, പെയിൻ ഇറങ്ങി വരുന്നത് കണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.